ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതെൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ 12ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോ സ്കാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഹാക്കിങ്ങിൻ്റെ സെക്കൻഡ് ഫേസായ സ്കാനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാനിങ് ടൈപ്സിനെ കുറിച്ചാണ്. അതായത് ഒരു അറ്റാക്കർ നിങ്ങളുടെ മെഷീൻ സ്കാൻ ചെയ്ത് നിങ്ങളുടെ OS, നിങ്ങളുടെ സർവീസ് റൺ ചെയ്യുന്ന ഏതാണ്, നിങ്ങളുടെ OSൻ്റെ വേർഷൻ ഏതാണ്, നിങ്ങളുടെ ഓപ്പൺ പോർട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വൾനറബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട പ്രോസസ്സാണ് സ്കാനിങ്. എന്നാൽ സ്കാനിങ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ട്സ് ഉണ്ട്. അതായത് എങ്ങനെയാണ് സ്കാനിങ് നടക്കുന്നത്, എങ്ങനെയാണ് അറ്റാക്കർ ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു തിയററ്റിക്കൽ ടോപ്പിക്കാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പ്രാക്ടിക്കൽ സെഷൻ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സെഷനിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് സ്കാനിങ് ടൈപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കുവാൻ പോകുന്നത് 3 ടൈപ്സ് ഓഫ് സ്കാനിങ് ആണ്. ഫുൾ ഓപ്പൺ സ്കാൻ, ഹാഫ് ഓപ്പൺ സ്കാൻ, എക്സ്മസ് സ്കാൻ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 ടൈപ്സ് ഓഫ് സ്കാനിങ്. എന്നാൽ സ്കാനിങ്ങിൽ ഇത് മാത്രമല്ല ഉള്ളത്. ഇതുകൂടാതെ അക്നോളജ്മെൻറ്റ് സ്കാൻ, നൾ സ്കാൻ, ഫിനിഷ് സ്കാൻ, അങ്ങനെ പലതരത്തിലുള്ള സ്കാനിങ്ങുകളുണ്ട്. എന്നാൽ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന 3 സ്കാനിങ് മാത്രമാണ്. കാരണം ഇനിയുള്ള സ്കാനിങ് എല്ലാം നമ്മൾ പ്രാക്ടിക്കലിയാണ് പഠിക്കുക. ഈ 3 സ്കാനിങ് ടൈപ്പ് പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള സ്കാനിങ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 വേ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് പഠിച്ചിരുന്നു. അത് 3 വേ ഹാൻഡ് ഷേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അറ്റാക്കർ ഈ പറയുന്ന എല്ലാ സ്കാനിങ്ങുകളും ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ 2 മെഷീൻസ് ആണ് കാണിച്ചിരിക്കുന്നത്, ഒരു ക്ലയൻറ്റും സെർവറും. സോ ക്ലയൻ്റാണ് എപ്പോഴും സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നത്, സെർവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മളുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിനെ കുറിച്ച്. ഇവിടെ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലാഗാണ് സിങ്ക് ഫ്ലാഗ്. ഈ സിങ്ക് ഫ്ലാഗ് കിട്ടിക്കഴിയുമ്പോൾ സെർവർ ആ ഒരു സർവീസ് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ അയച്ചിരിക്കുന്ന സിങ്ക് ഫ്ലാഗ് ഒരു FTP സർവീസിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. FTP സർവീസ് റൺ ചെയ്യുന്നത് പോർട്ട് നമ്പർ 20ലാണ്. ഇവിടെ ഇപ്പോൾ പോർട്ട് നമ്പർ 20 ഓപ്പൺ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ പോർട്ട് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ സെർവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പോർട്ട് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ സെർവറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ FTP സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റിന് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം ആ പോർട്ട് അവിടെ ഓപ്പൺ ആയതുകൊണ്ടാണ്. സോ ഈ ഒരു പോർട്ട് ഓപ്പൺ ആയതുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒപ്പം അതിൻ്റെ കൂടെ സിങ്ക് പ്ലസ് അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലാഗും കൂടെ അറ്റാച്ച് ചെയ്യുന്നു. സോ ഈ ഒരു ഫ്ലാഗ് കിട്ടിക്കഴിയുമ്പോഴത്തേന് ക്ലയൻറ്റിന് മനസ്സിലാവും സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ ക്ലയൻറ്റ് നോർമലി അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് റിപ്ലൈ ആയി കൊടുത്ത് ആ ഒരു 3 വേ ഹാൻഡ് ഷേക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു അറ്റാക്കർ നിങ്ങളുടെ മെഷീൻ സ്കാൻ ചെയ്ത് വൾനറബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറഞ്ഞു തരാം. ഇവിടെ ഞാനിപ്പോൾ സെയിം ഡയഗ്രാം തന്നെ ഒരു അറ്റാക്കറും സെർവറുമായിട്ട് മാറ്റിയിരിക്കുകയാണ്. സോ അറ്റാക്കർക്ക് ഇപ്പോൾ നിങ്ങളുടെ മെഷീനിലെ ഒരു സർവീസ് അല്ലെങ്കിൽ പോർട്ട് നമ്പർ ഓപ്പൺ ആണോ അല്ലയോ എന്നറിയണം. അറ്റാക്കർ ഇപ്പോൾ പോർട്ട് നമ്പർ 21ലോട്ട് ഒരു സിംഗിൾ ഫ്ലാഗ് അയക്കുകയാണ്. കറൻലി പോർട്ട് നമ്പർ 21 ഓപ്പൺ ആണ്. സോ അറ്റാക്കറുടെ സിംഗിൾ ഫ്ലാഗ് കിട്ടിക്കഴിയുമ്പോഴത്തേന് ആ ഒരു പോർട്ട് റെസ്പോണ്ട് ചെയ്യും. സർവീസ് ഓപ്പൺ ആണെങ്കിൽ ആര് റിക്വസ്റ്റ് കൊടുത്താലും പോർട്ട് റെസ്പോണ്ട് ചെയ്യും. സോ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സെർവർ സിങ്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് വെച്ചിട്ടാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. സോ സിങ്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് കാണുമ്പോൾ അറ്റാക്കർക്ക് മനസ്സിലാകും പോർട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് റിപ്ലൈ വന്നത്. സോ അവിടെ പോർട്ട് ഓപ്പൺ ആണെന്ന് അറ്റാക്കർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ അടുത്തതായിട്ട് അറ്റാക്കർ അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് അയച്ചിട്ട് ആ ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യും. സോ ഇതാണ് ഫുൾ ഓപ്പൺ സ്കാൻ. ഇവിടെ നോക്കൂ, 3 വേ ഹാൻഡ് ഷേക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 3 വേ ഹാൻഡ് ഷേക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഫുൾ ഓപ്പൺ സ്കാൻ എന്ന് പറയാൻ കാരണം.
അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് ഓപ്പൺ സ്കാൻ എന്താണെന്നാണ്. ഇതിനും നമ്മൾ സെയിം ഡയഗ്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അറ്റാക്കറും ഒരു സെർവറും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതേ കേസ് തന്നെ പോർട്ട്, അതായത് FTP പോർട്ട് 20 അല്ലെങ്കിൽ 21 ഓപ്പൺ ആണ്. സോ ഒരു അറ്റാക്കർ സിംഗിൾ ഫ്ലാഗ് അയച്ചിരിക്കുകയാണ്. സോ ഇവിടെ അറ്റാക്കറിൻ്റെ ഒബ്ജക്റ്റീവ് ഈ ഒരു പോർട്ട് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അറ്റാക്കർ സിംഗിൾ ഫ്ലാഗ് അയച്ചിരിക്കുന്നത്. ഈ സിംഗിൾ ഫ്ലാഗ് കിട്ടിക്കഴിയുമ്പോഴത്തേന് സെർവർ സിംഗ് പ്ലസ് അക്നോളജ്മെൻറ്റ് വെച്ച് റെസ്പോണ്ട് ചെയ്യും. കാരണം എന്താണ്, സെർവറിൻ്റെ പോർട്ട് നമ്പർ 20 ഓപ്പൺ ആണ്, അതിലേക്കാണ് അറ്റാക്കർ റിക്വസ്റ്റ് അയച്ചത്. സോ ഈ ഒരു റിക്വസ്റ്റ് കിട്ടിയ ഉടനെ തന്നെ സെർവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒപ്പം തന്നെ സിങ്ക് പ്ലസ് അക്നോളജ്മെൻറ്റ് അറ്റാച്ച് ചെയ്യുന്നു. ഈ ഫ്ലാഗ് കാണുമ്പോൾ അറ്റാക്കർക്ക് മനസ്സിലാവും സെർവറിൻ്റെ പോർട്ട് ഓപ്പൺ ആണെന്ന്. അപ്പോൾ തന്നെ സെർവറിന് അറ്റാക്കർ റീസെറ്റ് ഫ്ലാഗ് അയക്കുകയാണ്. പ്രീവിയസ് കേസിൽ നമ്മൾ കണ്ടിരുന്നു അക്നോളജ്മെൻറ്റ് ഫ്ലാഗാണ് അയച്ചിരുന്നത്, എന്നാലോ ഇവിടെ റീസെറ്റ് ഫ്ലാഗാണ് അയച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 2 ഹാൻഡ് ഷേക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 3 വേ ഹാൻഡ് ഷേക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് ഓപ്പൺ സ്കാൻ എന്ന് പറയാൻ കാരണം 3 വേ ഹാൻഡ് ഷേക്ക് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. ഇവിടെ റീസെറ്റ് കിട്ടുന്ന സെർവറിന് ആ ഒരു കണക്ഷൻ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അറ്റാക്കർക്ക് 3 വേ ഹാൻഡ് ഷേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു ലെങ്തി പ്രോസസ്സാണ്. സോ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് 2 സ്റ്റെപ്പിൽ തന്നെ അറ്റാക്കർ പോർട്ട് ഓപ്പൺ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ സ്റ്റെൽത്ത് സ്കാൻ എന്നും പറയാറുണ്ട്. അടുത്തതാണ് എക്സ്മസ് സ്കാൻ. എക്സ്മസ് സ്കാൻ എന്ന് പറയുന്ന മെത്തേഡ് പഠിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ റീകോൾ ചെയ്യേണ്ടത് 3 ഫ്ലാഗാണ്. അതായത് ഫിനിഷ്, പുഷ്, അർജൻറ്റ്. ഈ 3 ഫ്ലാഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്മസ് സ്കാൻ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രീവിയസ് കേസിൽ കണ്ടതാണ്, അവിടെ അറ്റാക്കർ ഫസ്റ്റായിട്ട് അയച്ചത് എന്താണ്, സിങ്ക് ഫ്ലാഗാണ്. എന്നാൽ ഈ ഒരു കേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അറ്റാക്കർ ആദ്യം അയക്കുന്ന ഫ്ലാഗ് ഫിനിഷ് ഫ്ലാഗാണ്. ഇവിടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ അറ്റാക്കർ ഫിനിഷ് അയക്കുകയാണ്. ഫിനിഷിൻ്റെ മീനിങ് എന്താണ്, എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് ട്രാൻസ്മിഷൻ ഇവിടെ എൻഡ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനായി അറ്റാക്കർ അയക്കുന്നത് FIN ആണ്. അതുകൂടാതെ അറ്റാക്കർ മറ്റ് ചില ഫ്ലാഗ് കൂടെ അയക്കുന്നുണ്ട്. അതാണ് PSH എന്ന് വെച്ചാൽ പുഷ്. പുഷ് എന്ന് വെച്ചാലോ, ഇവിടെ ബഫർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്തോളാനാണ് അതിൻ്റെ മീനിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിനിഷ് എന്ന് പറഞ്ഞു, പിന്നെ പുഷ് എന്ന് പറഞ്ഞു. അതിനുശേഷം അർജൻറ്റ് ഫ്ലാഗ് കൂടെ അയക്കുകയാണ്. അർജൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, വളരെ അർജൻറ്റാണ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണെന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ഈ ഒരു ഫ്ലാഗ് കൂടെ കിട്ടുമ്പോഴത്തേന് 3 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ്, 3 ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഇത് കാണുന്ന സെർവറിന് ആ ഒരു പോർട്ട് ഓപ്പൺ ആണെങ്കിൽ, അതായത് റിസീവിങ് പോർട്ട് ഇപ്പോൾ 20ഓ 21ഓ എന്താണെങ്കിലും, അത് ഏത് പോർട്ട് ഓപ്പൺ ആണെങ്കിലും ആ ഒരു മെഷീന് തിരിച്ച് റെസ്പോൺസ് ഒന്നും അയക്കില്ല. അതായത് സെർവർ തിരിച്ച് ഒരു റെസ്പോൺസും അയക്കില്ല. കാരണം ഇത്രയും ഫ്ലാഗ് ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് സെർവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സെർവർ നോ റെസ്പോൺസ് ആയിരിക്കും ചെയ്യുക, അതായത് ഒരു റെസ്പോൺസും അയക്കുകയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ഫുൾ ഓപ്പൺ സ്കാനിലും ഹാഫ് ഓപ്പൺ സ്കാനിലും എക്സ്മസ് സ്കാനിലും ഈ പറഞ്ഞ ഏത് കേസിലാണെങ്കിലും ഇൻ കേസ് എപ്പോഴെങ്കിലും പോർട്ട് ക്ലോസ് ആണെങ്കിലോ, അതായത് ഞാൻ പറഞ്ഞത് പോർട്ട് ഓപ്പൺ ആയ കേസാണ്. ഇൻ കേസ് പോർട്ട് ക്ലോസ് ആണെങ്കിൽ എന്ത് പറ്റും, ഒരിക്കലും സെർവർക്ക് സിങ്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കാൻ കഴിയുകയില്ല. അപ്പോൾ സെർവർ തിരിച്ചയക്കുന്നത് എന്തായിരിക്കും, റീസെറ്റ് ഫ്ലാഗാണ് സെർവർ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക. ഇവിടെ അറ്റാക്കറിൻ്റെ കേസിലും അത് തന്നെ. ഈ RST ഫ്ലാഗ് കിട്ടുമ്പോൾ തന്നെയാണ് അറ്റാക്കർക്ക് മനസ്സിലാവുക പോർട്ട് ക്ലോസ്ഡ് ആണെന്ന്. സോ എക്സ്മസ് സ്കാൻ്റെ കേസിൽ അറ്റാക്കർക്ക് പോർട്ട് ഓപ്പൺ ആണെങ്കിൽ ഒരു റിപ്ലൈയും കിട്ടില്ല, പോർട്ട് ക്ലോസ് ആയിരിക്കുമ്പോഴാണ് റിപ്ലൈ കിട്ടുക. അപ്പോൾ അറ്റാക്കർ എന്ത് ചെയ്യും, അറ്റാക്കർക്ക് മനസ്സിലാവും റിപ്ലൈ കിട്ടാത്തതെല്ലാം ഓപ്പൺ പോർട്ടും റിപ്ലൈ കിട്ടിയതെല്ലാം ക്ലോസ് പോർട്ടും ആണെന്ന്. ഇങ്ങനെ ഫയർവാളിനെ ഡിപ്പെൻഡ് ചെയ്ത് അറ്റാക്കർ പലതരത്തിലുള്ള സ്കാനുകൾ ചെയ്യാറുണ്ട്. ശരിക്കും സെർവറിൽ നിങ്ങളുടെ OSൽ 65,535 പോർട്സ് ഉണ്ട്. അതായത് ഇത്രയും പോർട്സ് നിങ്ങളുടെ മെഷീനിലുണ്ട്. ഈ പോർട്സ് എല്ലാം പലതരത്തിലുള്ള പ്രോട്ടോക്കോൾ വെച്ച് ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സ്കാനിങ് ടൈപ്സ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കലാണ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. Nmap എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്.
ഇതൊരു പ്രൊഫഷണൽ ടൂളാണ്. ഇനിയുള്ള വീഡിയോയിൽ നമ്മളുടെ പ്രാക്ടിക്കൽ ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.